Hello everyone. Welcome to the eye opener video of Thanam Smart Savings and Investment Solution. ഇന്ത്യയുടെ സ്മോൾ ക്യാപ് കിങ് എന്നറിയപ്പെടുന്ന പ്രശസ്ത ഇൻവെസ്റ്ററാണ് പൊറിഞ്ചു വെളിയത്ത്. അദ്ദേഹത്തിന്റെ പോർട്ട്ഫോളിയോ, ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി എന്നിവയെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. പൊറിഞ്ചു വെളിയത്ത് ഒരു പ്രോമിനന്റ് ഇൻവെസ്റ്ററും ഫണ്ട് മാനേജറുമാണ്. അദ്ദേഹത്തിന്റെ പ്രത്യേകത, സ്റ്റോക്ക് റെക്കമെൻഡേഷൻ എല്ലായ്പ്പോഴും പരസ്യമായി പുറത്തുവിടാറില്ലെങ്കിലും സ്ട്രോങ് ഫണ്ടമെന്റൽസും വളർച്ചയ്ക്ക് സാധ്യതയുമുള്ള കമ്പനികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ദീർഘകാല മൂല്യ നിക്ഷേപങ്ങളും കൊണ്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. പ്രധാനമായും എക്കണോമിക് ഗ്രോത്ത് ട്രെൻഡുകളെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഡീപ്പ് അണ്ടർസ്റ്റാൻഡിംഗ് കാണിക്കുന്ന റിയൽ എസ്റ്റേറ്റ്, ഇൻഫ്രാസ്ട്രക്ചർ, കൺസ്ട്രക്ഷൻ എന്നിവയിലുടനീളമുള്ള സ്റ്റോക്കുകൾ അദ്ദേഹത്തിന്റെ പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുന്നവയാണ്. ഇക്സിഗോ, പ്രോട്ടീൻ, ഇൻഡജിൻ തുടങ്ങിയ കമ്പനികളെ സ്ട്രോങ് ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ചോയ്സ് ആയി അദ്ദേഹം മുമ്പ് എടുത്തു കാണിക്കുകയുണ്ടായി. റെയ്മണ്ടിനെയും ടാറ്റ കമ്മ്യൂണിക്കേഷൻസിനെയും കുറിച്ച് അദ്ദേഹം നല്ല ഒരു വിഷൻ എക്സ്പ്രസ് ചെയ്തിട്ടുമുണ്ട്. ഇന്ത്യയിലെ ഹൈലൈറ്റ് ഇൻവെസ്റ്റേഴ്സിൽ ഒരാളായ പൊറിഞ്ചുവിന്റെ ഇൻവെസ്റ്റ്മെന്റ് സൈക്കോളജി ഓപ്പോസിറ്റ് സ്റ്റോക്ക് സെലക്ഷനിലൂടെ ലോങ് ടേം വെൽത്ത് സൃഷ്ടിക്കുന്നതിന് ഊന്നൽ നൽകുന്നു. അച്ചടക്കമുള്ള ഇൻവെസ്റ്റ്മെന്റിലൂടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിനായി നിലകൊള്ളുന്ന ഒരുപാട് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെ അദ്ദേഹം സ്വാധീനിച്ചിട്ടുണ്ട്. പൊറിഞ്ചു വെളിയത്തിന്റെ പുതിയ ഇൻവെസ്റ്റ്മെന്റ് ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. പൊറിഞ്ചു വെളിയത്ത് പുതിയതായിട്ട് ഇൻവെസ്റ്റ്മെന്റിനായി തിരഞ്ഞെടുക്കുന്ന സ്റ്റോക്കുകൾക്ക് പിന്നിലെ സ്ട്രാറ്റജി എന്നും വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒന്നാണ്. 2025 മാർച്ച് ക്വാർട്ടറിൽ അദ്ദേഹം ചില പുതിയ സ്റ്റോക്കുകൾ വാങ്ങുകയും ചിലതിൽ നിന്ന് ഭാഗികമായും അല്ലെങ്കിൽ പൂർണ്ണമായും എക്സിറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും പുതിയതായി അപ്പോളോ സിന്ദൂരി ഹോട്ടൽസ് എന്ന ഹോസ്പിറ്റാലിറ്റി കമ്പനിയിൽ അദ്ദേഹം ഷെയറുകൾ വാങ്ങിയിട്ടുണ്ട്. ഇത് കമ്പനിയുടെ ഏതാണ്ട് 1.7% ഷെയർ ഹോൾഡിംഗ് ആണ്. നിലവിൽ ഇതിന്റെ ടോട്ടൽ വാല്യൂ ഏകദേശം 5.9 crores ആയി കണക്കാക്കപ്പെടുന്നു. ഇതിനു പുറമെ റബ്ബർ കമ്പനി എന്ന സ്മോൾ ക്യാപ് സ്റ്റോക്കിലും പുതുതായി ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്. 65,000 സ്റ്റോക്കുകളാണ് അദ്ദേഹം വാങ്ങി വെച്ചിരിക്കുന്നത്. ഏകദേശം 51.4 ലക്ഷം രൂപ വാല്യൂ ഇതിനുണ്ട്. അതോടൊപ്പം അദ്ദേഹം നേരത്തെ തന്നെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഓറം പ്രോപ്ടെക് എന്ന കമ്പനിയിലും പാർട്ടിസിപ്പേഷൻ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 2024 ഡിസംബർ ക്വാർട്ടറിൽ 5.9% ഷെയർ ഹോൾഡിംഗ്. 2029 മാർച്ചിൽ അത് 6% ഉയർന്നിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം ഈ ഒരു കമ്പനിയിൽ 43.2 ലക്ഷം ഷെയറുകൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ വാല്യൂ ഏകദേശം 80.2 crores ആയിട്ട് കണക്കാക്കപ്പെടുന്നു. മറ്റൊരു ശ്രദ്ധേയമായ മാറ്റം കായ ലിമിറ്റഡിലെ നിക്ഷേപത്തിൽ നിന്നുള്ള ഭാഗികമായിട്ടുള്ള എക്സിറ്റ് ആണ്. ഡിസംബർ ക്വാർട്ടറിൽ 2.9% ഷെയർ പങ്കാളിത്തം 1.3% കുറച്ചിട്ടുണ്ട്. RPSG വെഞ്ചേഴ്സ് എന്ന കമ്പനിയിലെ പങ്കാളിത്തം ഇപ്പോൾ ആദ്യമായി 1% താഴെ എത്തിയത് കൊണ്ട് അവരുടെ സ്റ്റോക്സിൽ നിന്ന് ഒരു വിലയിരുപ്പ് നടത്തുന്നതിന് ശേഷം വിഡ്രോവൽ നടത്തിയതായി കാണാം. അദ്ദേഹത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിയുടെ പ്രധാന വശങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി മൂല്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ്. ശക്തമായ അടിസ്ഥാന കാര്യങ്ങളും വളർച്ചാ സാധ്യതയുമുള്ള വാല്യൂ കുറഞ്ഞ കമ്പനികളെയാണ് അദ്ദേഹം എപ്പോഴും അന്വേഷിക്കുന്നത്. ലോങ് ടേം പ്രോസ്പെക്റ്റീവ്, വളരെ പേഷ്യന്റ് ആയ അപ്രോച്ച് സ്വീകരിക്കുന്നതിലൂടെയും ലോങ് ടേം ഓഹരികൾ കൈവശം വയ്ക്കാനുള്ള വില്ലിംഗ്നെസ്സിലൂടെയുമാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഇന്ത്യൻ സ്റ്റോക്കുകളിൽ ഷെയർ പ്രൈസിന് ഇന്ത്യ സ്ട്രോങ് ആൻഡ് പ്രോമിസിംഗ് ആയ ഒരു വിപണി വാഗ്ദാനം ചെയ്യുന്നുവെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. അടുത്തായി വാല്യൂ ഇൻവെസ്റ്റിംഗ്. പലപ്പോഴും ഓയിൽ ആൻഡ് ഗ്യാസ് പോലെയുള്ള മേഖലകളിൽ ഒറ്റക്ക പിഇകളും ഉയർന്ന ഡിവിഡൻഡ് ഈൽഡുകളും ഉള്ള കമ്പനികളെയാണ് അദ്ദേഹം ടാർഗറ്റ് ചെയ്യുന്നത്. സ്മോൾ ആൻഡ് മിഡ് ക്യാപ് സ്റ്റോക്സ്. സ്മോൾ ക്യാപ് കിങ് എന്നൊരു റെപ്യൂട്ടേഷൻ അദ്ദേഹത്തിനുണ്ട്. പലപ്പോഴും ഈ മേഖലകളിലാണ് അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. വോൾട്ടൈൽ മാർക്കറ്റിൽ ഉള്ള ജാഗ്രത. മാർക്കറ്റ് കറക്ഷനുകളിലും കൺസോൾട്ടേഷനുകളിലും ജാഗ്രത പാലിക്കണമെന്ന് അദ്ദേഹം എപ്പോഴും ഉപദേശിക്കുന്നു. എന്നാൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ലോങ് ടേം ഗ്രോത്ത് പ്രോസ്പെക്ട്സിനെ കുറിച്ച് ശുഭാപ്തി വിശ്വാസവും അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം ഹൈലൈറ്റ് ചെയ്ത ചില സ്റ്റോക്കുകൾ ഞാൻ അവിടെ ജസ്റ്റ് മാർക്ക് ചെയ്യാണ്. ഇക്സിഗോ ശക്തമായ ഒരു ദീർഘകാല നിക്ഷേപ തെരഞ്ഞെടുപ്പിനായി അദ്ദേഹം മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ പ്രോട്ടീൻ മറ്റൊരു ദീർഘകാല നിക്ഷേപ ഓപ്ഷനാണ്. ഡിജിറ്റൽ ഗവൺമെന്റ് സേവനങ്ങളിൽ സ്പെഷ്യലൈസ് ചെയ്ത ഈ കമ്പനി വലിയ ഗവൺമെന്റ് ടൈഅപ്പുകൾ കൊണ്ടു നടക്കുന്നു. ഇൻഡിജിൻ ശക്തമായ ഒരു ദീർഘകാല നിക്ഷേപ ഓപ്ഷനാണ്. ഹെൽത്ത് ടെക് മേഖലയിലുള്ള ഈ കമ്പനി ടെക്നോളജിയിലൂടെ ഫാർമ സേവനങ്ങൾ നൽകുന്നു. റെയ്മണ്ട് ഒരു ഹോൾഡിംഗ് കമ്പനിയായിട്ട് തുടരുന്നു. വാല്യൂ ക്രിയേറ്ററായി കണക്കാക്കപ്പെടുന്നു. ടെക്സ്റ്റൈൽസ്, റിയൽ എസ്റ്റേറ്റ്, എഞ്ചിനീയറിംഗ് ഇവയിലൂടെ മൂല്യ സൃഷ്ടിക്കുള്ള വലിയ സാധ്യത കാണുന്നുണ്ട്. ടാറ്റ കമ്മ്യൂണിക്കേഷൻസ് ലോങ് ടേം ഹോൾഡിംഗ് അടുത്ത 5 വർഷത്തേക്ക് പോസിറ്റീവ് പ്രതീക്ഷകൾ നൽകുന്നുണ്ട്. ഡിജിറ്റൽ ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ പ്ലെയറായി ഈ സ്റ്റോക്ക് ദീർഘകാല ഹോൾഡിംഗിന് മികച്ചതാണ്. ഫ്ലെക്സിസോൺ റീറ്റെയിൽ ആൻഡ് ഗ്രീസ് കോട്ടൺ പ്രതിസന്ധി നേരിടുന്ന ഈ കമ്പനികളിൽ അദ്ദേഹം അടുത്തിടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തി. ഇതൊരു വഴിത്തിരിവിന്റെ സാധ്യതയെ നമുക്ക് മുന്നിലേക്ക് തുറന്നു വയ്ക്കുന്നുണ്ട്. പുതിയ ഇൻവെസ്റ്റേഴ്സിന് പൊറിഞ്ചു വെളിയത്തിന്റെ ചില നിക്ഷേപ പാഠങ്ങളുണ്ട്. അവ കാത്തിരിക്കുക, വില കുറയുമ്പോൾ വാങ്ങുക,
ഭാവിയിൽ വിശ്വാസം പുലർത്തുക എന്നുള്ളതാണ്. ആ സ്ട്രാറ്റജി പാലിക്കുന്നവർക്കാണ് സ്മോൾ ക്യാപ്പ് മൾട്ടി ബാഗർ സ്റ്റോക്കുകളിൽ വിജയിക്കാൻ കഴിയുക. പൊറിഞ്ചു വെളിയത്തിന്റെ ഏറ്റവും മികച്ച പോർട്ട്ഫോളിയോകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പൊറിഞ്ചു വെളിയത്തിന്റെ ഏറ്റവും മികച്ച പോർട്ട്ഫോളിയോയിൽ ഓറം പ്രോപ്ടെക്, RPSG വെഞ്ചേഴ്സ്, കേരള ആയുർവേദ എന്നിവ ഉൾപ്പെടുന്നു. റിയൽ എസ്റ്റേറ്റ്, ഇൻഫ്രാസ്ട്രക്ചർ, ഫിനാൻഷ്യൽ മേഖലകളിലെ സ്മോൾ ക്യാപ് ടേൺ അറൌണ്ട് സ്റ്റോക്കുകളിലാണ് അദ്ദേഹത്തിന്റെ സ്ട്രാറ്റജി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇനി നമുക്കൊരു കൺക്ലൂഷനിലേക്ക് കടക്കാം. ഇന്ത്യയുടെ സ്മോൾ ക്യാപ് കിങ് എന്നറിയപ്പെടുന്ന പൊറിഞ്ചു വെളിയത്തിന്റെ ഏറ്റവും പുതിയ ഇൻവെസ്റ്റ്മെന്റ് മൂവുകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തത്. അത് വാല്യൂ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിക്ക് വളരെ വലിയ സ്വീകാര്യതയാണുള്ളത്. വിലയില്ലാത്തതും ഉയർന്ന വളർച്ചാ സാധ്യതയും ഉള്ളതുമായിട്ടുള്ള സ്മോൾ ക്യാപ് കമ്പനികളിലേക്കാണ് അദ്ദേഹത്തിന് ഫിനാൻഷ്യൽ വെൽത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോളോ സിന്ദൂരി ഹോട്ടൽസ്, യമം റബ്ബർ, ഓറം പ്രോപ്ടെക് പോലെയുള്ള കമ്പനികളിൽ പങ്കാളിത്തം വർദ്ധിപ്പിച്ച് അദ്ദേഹം ഫ്യൂച്ചർ ഗ്രോത്തിനുള്ള ഉറച്ച കോൺഫിഡൻസ് പ്രകടിപ്പിക്കുന്നു. അതേസമയം കായ ലിമിറ്റഡ് പോലെയുള്ള സ്റ്റോക്കുകളിൽ ലാഭം എടുത്തുകൊണ്ട് വിപണിയുടെ ഡെവലപ്മെന്റ്സിനനുസരിച്ചുള്ള സുതാര്യമായ നിക്ഷേപ മാനദണ്ഡങ്ങളാണ് അദ്ദേഹം പിന്തുടരുന്നത്. ടോട്ടലി നോക്കുമ്പോൾ ഡെപ്ത് റിസർച്ചും വിപണിയിലെ അസാധാരണ അവസരങ്ങളെ കണ്ടെത്താനുമുള്ള പെർസ്പെക്റ്റീവ് മാത്രമാണ് ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഇൻവെസ്റ്റ്മെന്റുകൾക്ക് അടിസ്ഥാനമായിട്ടുള്ളത്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടതിൽ സന്തോഷം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ ചെറിയ ചെറിയ കമൻറ്റുകൾ എഴുതി നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.